Core area, fourth chapter, macroeconomics, income determination. ഇതിലൊരു ആശയമാണ് എക്സ് ആൻഡ് എക്സ് പോസ്റ്റ്. എക്സ് ആൻഡ് മീൻസ് പ്ലാൻഡ്, എക്സ് പോസ്റ്റ് മീൻസ് ആക്ച്വൽ ഓർ റിയലൈസ്ഡ്. അതാണ് എക്സ് ആൻഡ് എന്ന് പറയുന്നത് പ്ലാൻ ചെയ്തത് എന്നാണ്. എക്സ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ, ശരിക്കുള്ളത്. The word ex ante means planned or intended, planned in order to predict about the GDP of a country next year. The knowledge about the planned demand and supply of goods and services are essential. The actual or realized value of variable is called ex post value. In this chapter we discuss about the ex ante income determination in a two sector economy. സ്ക്രീൻഷോട്ട് എടുക്കാം. എക്സ് ആൻഡ് എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് എന്നാണ്, എക്സ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എന്നാണ്, ശരിക്കുള്ളത്. എക്സ് ആൻഡ് ആക്ച്വൽ, എക്സ് ആൻഡ് പ്ലാൻഡ് എന്നാണ്, പ്ലാൻ ചെയ്തത്. എക്സ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ളത്. അടുത്ത ഇതിൽ കോർ ഏരിയയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. വാട്ട് ആർ ദി കോമ്പോണൻസ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്? അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ? സമ്പദ് വ്യവസ്ഥയിൽ മൊത്തം ഡിമാൻഡിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ്. എല്ലാം പ്ലാൻഡ് വെച്ചാണ് പറയുന്നത്. എക്സ് ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, പ്ലാൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ദ ടോട്ടൽ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദി എക്കോണമി. സമ്പദ് വ്യവസ്ഥയിൽ സാധന സേവനങ്ങൾക്കുള്ള മൊത്തം ഡിമാൻഡിനെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. In a four-sector economy, the components of aggregate demands in the ex ante sense are. ഒരു 4 മേഖലകളുള്ള സമ്പദ് വ്യവസ്ഥയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ഘടകങ്ങൾ 4 എണ്ണം ഉണ്ടാവും. അതേതൊക്കെയെന്ന് പറയാം. ഒന്ന്, എക്സ് ആൻഡ് പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ കൺസംഷൻ ഡിമാൻഡ് എന്ന് പറയും. ഉപഭോഗത്തിനുള്ള ചോദനം, ഉപഭോഗ ചോദനം. എക്സ് ആൻഡ് പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. അതിന് സി എന്നാണ് സിമ്പിൾ കൊടുക്കുന്നത്, സി. എക്സ് ആൻഡ് പ്രൈവറ്റ് ഫൈനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്, അതിന് ഐ എന്നാണ് കൊടുക്കുക. നിക്ഷേപ ചോദനം. രണ്ടാമത്തെ നിക്ഷേപ ചോദനം, എക്സ് ആൻഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ദെൻ തേർഡ് വൺ, എക്സ് ആൻഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ്റിൻ്റെ ചിലവ്. നാലാമത്തെ എക്സ് ആൻഡ് നെറ്റ് എക്സ്പോർട്ട്, കയറ്റുമതിയിൽ നിന്ന് ഇറക്കുമതി കുറച്ചാൽ കിട്ടുന്ന ഇതാണ് അറ്റ കയറ്റുമതി എന്ന് പറയുന്നത്. അറ്റ കയറ്റുമതി എന്ന ആശയം. ദീസ് ആർ എക്സ്പ്ലെയിൻ ബിലോ. അപ്പം അഗ്രിഗേറ്റ് ഡിമാൻഡ്, മൊത്തം ഡിമാൻഡിൻ്റെ 4 ഘടകങ്ങളാണ്. സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം. ഇതിലൊന്ന് എക്സ് ആൻഡ് കൺസംഷൻ, ഉപഭോഗം, കൺസംഷൻ ഡിമാൻഡ്, ഉപഭോഗ ചോദനം എന്നുള്ളതാണ്. മൊത്തം ചോദനത്തിൻ്റെ ഘടകങ്ങൾ ഒന്ന് ഉപഭോഗ ചോദനം. പീപ്പിൾ സ്പെൻഡ് എ പാർട്ട് ഓഫ് ദെയർ ഇൻകം ഓൺ കൺസംഷൻ ആൻഡ് സേവ് ദ റെസ്റ്റ്. സിംബോളിക്കലി വൈ ഈസ് ഈക്വൽ ടു സി പ്ലസ് എസ്. ജനങ്ങൾ അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ചെലവഴിക്കുന്നു, സി കൺസംഷൻ, ബാക്കിയുള്ളത് സമ്പാദിക്കുന്നു. അതാണ് വരുമാനം ഉപയോഗിക്കുന്നു, ബാക്കിയുള്ള സമ്പാദം. അപ്പം മൊത്തം വരുമാനം സമം ഉപഭോഗം പ്ലസ് സമ്പാദ്യം. The relationship between consumption and income is called consumption function. വരുമാനവും ഉപഭോഗവും തമ്മിലുള്ള ബന്ധം, the relationship between consumption and income is called consumption function. വരുമാനവും ഉപഭോഗവും തമ്മിലുള്ള ബന്ധം, വരുമാനവും ചെലവഴിക്കലും തമ്മിലുള്ള ബന്ധം, അതിനെയാണ് ഉപഭോഗധർമ്മം എന്ന് പറയുന്നത്, കൺസംഷൻ ഫംഗ്ഷൻ. The ratio of change in consumption to change in income is called marginal propensity to consume, MPC എന്ന് പറയും. വരുമാനത്തിലെ മാറ്റവും ഉപഭോഗത്തിലെ മാറ്റവും തമ്മിലുള്ള അനുപാതത്തെ സീമാന്ത ഉപഭോഗ സന്നദ്ധത, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയും. വരുമാനത്തിലെ മാറ്റവും അതിൻ്റെ ഫലമായിട്ട് ഉപഭോഗത്തിലെ മാറ്റവും തമ്മിലുള്ള അനുപാതം, മാർജിനൽ MPC.
സ്മോൾ ലെറ്റർ സി എന്നാണ് സിമ്പിൾ കൊടുക്കൽ. എം ബി സി സികൾ ടു ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ സി ഡിവൈഡ് ബൈ ഡെൽറ്റ വൈ. എം ബി സി സികൾ ടു ഡെൽറ്റ സി ഡിവൈഡ് ബൈ ഡെൽറ്റ വൈ. The ratio of change in savings to change in income is called marginal propensity to save, MPS. സമ്പാദ്യത്തിലെ മാറ്റം വരുമാനത്തിലെ മാറ്റം ഇത് നമ്മൾ അനുപാതമാണ് MPS എന്ന് പറയുന്നത്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. MPS is equal to delta S divided by delta Y. MPS മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സീമാന്ത സമ്പാദ്യ സന്നദ്ധത. സപ്പോസ് MPC ഓഫ് ആൻ എക്കോണമി ഈസ് C. MPCക്ക് സ്മോൾ ലെറ്റർ C എന്നാണ് കൊടുക്കുക. വേർ 0 ലെസ് ദാൻ C ലെസ് ദാൻ 1, 1നും 0നും ഇടയ്ക്കായിരിക്കും C എപ്പോഴും ഉണ്ടാവുക. ദെൻ കൺസംഷൻ ഈസ് ഗിവൺ ബൈ C is equal to C into Y. കൺസംഷൻ കാണിക്കണം C is equal to C into Y. We have add minimum consumption to the above equation. It becomes C is equal to C bar plus CY. ഇതാണ് കൺസംഷൻ ഫംഗ്ഷൻ കാണിക്കുന്ന സമവാക്യം, ഉപഭോഗധർമ്മം കാണിക്കുന്ന സമവാക്യമാണ് C is equal to C bar plus CY. അതിൽ C എന്ന് പറഞ്ഞാൽ കൺസംഷൻ എന്നാണ്, ഉപഭോഗം. C bar എന്ന് പറഞ്ഞാൽ മിനിമം കൺസംഷനാണ്. C bar മിനിമം കൺസംഷൻ പ്ലസ് C സ്മോൾ ലെറ്റർ C പറയുന്നത് MPC ആണ്. Y എന്ന് പറഞ്ഞാൽ വരുമാനം, ഇൻകം. വേർ C ഗ്രേറ്റർ ദാൻ 0 ഈസ് ദി മിനിമം ലെവൽ ഓഫ് കൺസംഷൻ. ആ മിനിമം ലെവൽ ഓഫ് കൺസംഷൻ ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയും. ഇഫ് Y is equal to 0, C will be equal to C bar. വരുമാനം 0 ആകുമ്പോൾ ഉപഭോഗം C bar ആയിരിക്കും. അപ്പം വരുമാനം ഇല്ലെങ്കിലും C bar മിനിമം ഉപഭോഗം ഒരു വ്യക്തിക്ക് വേണം. ഈ ഉദാഹരണം നിങ്ങൾക്ക് ടേബിൾ വരയ്ക്കാം, ടേബിളും ഗ്രാഫും വരയ്ക്കാം. ഒരു ഉപഭോഗധർമ്മം കാണിക്കുന്നു. C is equal to 20 plus 0.8y. ഇതാണ് കൺസംഷൻ ഫംഗ്ഷൻ ഇക്വേഷൻ. ഇതിന് വാല്യൂ കൊടുത്തിട്ടുണ്ട്. കൺസ്ട്രക്റ്റ് കൺസംഷൻ ടേബിൾ ആൻഡ് കൺസംഷൻ കർവ്. കൺസംഷൻ കർവും കൺസംഷൻ ടേബിളും കണ്ടുപിടിക്കുക ഈ സമവാക്യം ഉപയോഗിച്ചിട്ട്. വരുമാനത്തിന് നമ്മൾ വില കൊടുത്താൽ മതി. വരുമാനം 0 കൊടുക്കുക, വരുമാനം 10 കൊടുക്കുക, അങ്ങനെ കൊടുക്കുക. എക്സാൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അഗ്രി ഡിമാൻഡ് രണ്ടാമത്തെ ഘടകമാണ് നിക്ഷേപ ചോദനം, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് അഡീഷൻ ടു ദ സ്റ്റോക്ക് ഓഫ് ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് ചേഞ്ചസ് ഇൻ ദി ഇൻവെൻറ്ററി ഓഫ് ദ ഓൾ പ്രൊഡക്ഷൻ ഇൻ ദി എക്കോണമി. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്സിൽ അഡീഷൻ ടു ദ ക്യാപിറ്റൽ, ഫിസിക്കൽ ക്യാപിറ്റൽ, മൂലധന വസ്തുക്കൾ വർദ്ധിക്കുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് എക്കണോമിക്സ് പറയുന്നത്. മൂലധന വസ്തുക്കൾ വർദ്ധിക്കുക, അഡീഷൻ ടു ദ ക്യാപിറ്റൽ സ്റ്റോക്ക്. ഇൻവെസ്റ്റ്മെൻറ്റ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. നിക്ഷേപം പലിശ നിരക്കിനെ ആശ്രയിച്ചിരിക്കും. പ്രധാനമായും നിക്ഷേപം, ഇൻവെസ്റ്റ്മെൻറ്റ് പലിശ നിരക്കിനെ ആശ്രയിച്ചിരിക്കുന്നു. However, for simplicity, we assume investment is constant. ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥിരമാണെന്നാണ് ഇവിടുത്തെ സങ്കല്പം. അതുകൊണ്ട് I is equal to I bar എന്നാണ് കൊടുക്കുന്നത്. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥിരമാണെന്നാണ് സങ്കല്പം. അതുകൊണ്ട് I is equal to I bar. ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്. ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥിരമാണെന്ന് സങ്കല്പിക്കുന്നത് കൊണ്ട് ഡീറ്റെയിൽ എഴുതേണ്ട ആവശ്യമില്ല. ഈ ടോട്ടൽ ഗവൺമെൻറ് ഡിമാൻഡ് ഉണ്ട്. ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിനുള്ള ചിലവാണ് ടോട്ടൽ ഫൈനൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എന്നാണ് G എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ചിലവിനെ സൂചിപ്പിക്കുന്നതാണ് G. നാലാമതാണ് ടോട്ടൽ നെറ്റ് എക്സ്പോർട്ട് എക്സ്പെൻഡിച്ചർ X-M. അറ്റ കയറ്റുമതി ചെലവ്. അറ്റ കയറ്റുമതി, കയറ്റുമതിയിൽ നിന്ന് ഇറക്കുമതി കുറച്ചാൽ കിട്ടുന്നതാണ് അറ്റ കയറ്റുമതി എന്ന് പറയുന്നത്. ഇത്രയാണ് 4 ഘടകങ്ങൾ. അഗ്രി ഡിമാൻഡിൻ്റെ 4 ഘടകങ്ങൾ 4 മേഖലയാണെങ്കിൽ. ഇനി 2 മേഖല മാത്രമാണെങ്കിൽ അഗ്രി ഡിമാൻഡിൻ്റെ ഘടകങ്ങൾ C+I മാത്രമാണ്. ഇനി എക്സാൻ്റെ അഗ്രി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂട്ടിയതാണ്. ഇൻ എ 2 sector economy consist of ex ante consumption C and ex ante investment.
രണ്ട് മേഖല മാത്രമാണെങ്കിൽ സി പ്ലസ് ഐ ആണ് എ ഡിൻ്റെ ഘടകങ്ങൾ. എ ഡി സികൾ സി പ്ലസ് ഐ. വി നോ ദാറ്റ് സി സികൾ സി ബാർ പ്ലസ് സി ഇൻറ്റു ഐ ആൻഡ് ഐ സികൾ ഐ ബാർ. ദെൻ എ ഡി സിക്വൽ ടു സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് സി ഇൻറ്റു ഐ. ഈ ഫൈനൽ ഗുഡ്സ് മാർക്കറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം എ is equal to AD. അന്തിമ സാധന കമ്പോളം ഇക്വിലിബ്രിയത്തിലാവുന്നത് എപ്പോഴാണ്? ആഗ്രിഗേറ്റ് സപ്ലൈയും ആഗ്രിഗേറ്റ് ഡിമാൻഡും തുല്യമാകുന്ന അവസ്ഥയിലാണ്. ആഗ്രിഗേറ്റ് സപ്ലൈ എന്ന് വെച്ചാൽ മൊത്തം സപ്ലൈ എന്ന് പറഞ്ഞാൽ മൊത്തം പ്രൊഡക്ഷൻ എന്നാണ്. അതാണ് നാഷണൽ ഇൻകം. ആഗ്രിഗേറ്റ് സപ്ലൈ നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു ആഗ്രിഗേറ്റ് ഡിമാൻഡ്. ആഗ്രിഗേറ്റ് സപ്ലൈയും ആഗ്രിഗേറ്റ് ഡിമാൻഡും തുല്യമാവുന്ന അവസ്ഥയിലാണ് സമ്പദ് വ്യവസ്ഥയിൽ സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത്. ഓർ വൈ ഈസ് ഈക്വൽ ടു AD. എസ് എന്ന് പറഞ്ഞാൽ ഇൻകം എന്നാണ്, അതുകൊണ്ട് വൈ എന്ന് കൊടുക്കാം. ഇൻകം ഈസ് ഈക്വൽ ടു ആഗ്രിഗേറ്റ് ഡിമാൻഡ്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് വൈ ഈസ് ഈക്വൽ ടു സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് സി ഇൻറ്റു വൈ. വൈ ADൻ്റെ സമവാക്യമാണ് സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് സി ഇൻറ്റു വൈ. അപ്പോൾ സന്തുലിതാവസ്ഥ എങ്ങനെ എഴുതാം? വൈ ഈസ് ഈക്വൽ ടു സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് സി ഇൻറ്റു വൈ. ദിസ് ഇക്വേഷൻ ക്യാൻ ബി ഫർദർ സിംപ്ലിഫൈഡ്. ഈ സമവാക്യം ഒന്നുകൂടി ലളിതമാക്കാം. This equation can be further simplified by adding up the autonomous C bar and I bar as A bar. Autonomous സ്ഥിരമാണെന്ന് പറയുന്ന ഐറ്റംസ്, സ്ഥിരമാണെന്ന് പറയുന്ന ഐറ്റംസ് ആണ് എ ബാറും ഐ ബാറും. അത് സ്ഥിരമാണെന്ന് സങ്കല്പിക്കുന്നു. അതിനെ ഓട്ടോണമസ് എന്ന് പേര് കൊടുക്കുന്നു. സി ബാറിനെ ഐ ബാറും എ ബാർ എന്ന് പേര് കൊടുക്കുന്നു. ഓട്ടോണമസ് ഐറ്റംസ്. ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു എ ബാർ പ്ലസ് സി ഇൻറ്റു വൈ, ഓർ വൈ ഈസ് ഈക്വൽ ടു എ ബാർ ഡിവൈഡ് ബൈ 1 minus c. A bar whole divided by 1 minus c ആണ് സന്തുലിതാവസ്ഥ കാണിക്കുന്ന സമവാക്യമാണത്. ഈ സമവാക്യം ഓർത്തിരിക്കണം. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ ചെയ്ത് നോക്കുക. c is equal to 20 plus 0.82y and I is equal to 20, I bar is equal to 20. Construct AD schedule and curve and find equilibrium income. ഇത് വെച്ചിട്ട് equilibrium income പോയിന്റ് കണ്ടുപിടിക്കുക. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഇൻ എ 2 sector എക്കോണമി. ഒരു രണ്ട് മേഖലയുള്ള സമ്പദ് വ്യവസ്ഥയിൽ വരുമാനത്തിൻ്റെ സന്തുലിതാവസ്ഥ വിശദീകരിക്കുക. 8 മാർക്കിനും 5 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, പ്രധാനപ്പെട്ടാണ്. സമ്പദ് വ്യവസ്ഥയിൽ സന്തുലിത വരുമാനം നിർണ്ണയിക്കുന്നത് എങ്ങനെ വിശദീകരിക്കും? ഇൻ എ 2 sector economy, the equilibrium income and output are determined by effective demand. ഒരു ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയിൽ സന്തുലിത വരുമാനം തീരുമാനിക്കപ്പെടുന്നത് ഇഫക്റ്റീവ് ഡിമാൻഡ് എന്നുള്ള അവസ്ഥയിലാണ്. Effective demand is a situation in which ex ante aggregate demand and ex ante aggregate supply become equal. മൊത്തം ഡിമാൻഡും മൊത്തം സപ്ലൈയും തുല്യമാകുന്ന അവസ്ഥയാണ് ഇഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത്. മൊത്തം ഡിമാൻഡും മൊത്തം സപ്ലൈ തുല്യമാകുന്ന അവസ്ഥ. മാത്തമാറ്റിക്കലി ഇക്വിലിബ്രിയം ക്യാൻ ബി റിട്ടൺ ആസ് A is equal to AD. അഗ്രിഗേറ്റ് സപ്ലൈയും അഗ്രിഗേറ്റ് ഡിമാൻഡും തുല്യമാകുന്ന അവസ്ഥ. ഓർ y is equal to AD. ഇതിന് ഉത്തരം പറയുന്ന സമയത്ത് നമുക്ക് AD എന്താണെന്നൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. AD ASും എന്താണെന്ന് ഒക്കെ ഇതിൽ പറയാവുന്നതാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് മൊത്തം ഡിമാൻഡാണ്. അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് വെച്ചാൽ മൊത്തം സപ്ലൈ എന്ന് പറഞ്ഞാൽ മൊത്തം പ്രൊഡക്ഷൻ, നാഷണൽ ഇൻകം. അത് ഇവിടെ വേണേൽ സൂചിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇക്വിലിബ്രിയം y is equal to AD എന്നാണ്. y is equal to A bar plus CY or y is equal to A bar all divided by 1 minus c. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഡയഗ്രത്തിൽ കാണിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചോദ്യം വരികയാണെങ്കിൽ ദ ഫോളോയിങ് ഡയഗ്രാം എക്സ്പ്ലെയിൻസ് ദ ഇക്വിലിബ്രിയം. ഇങ്ങനെ ഡയഗ്രാം വരയ്ക്കാം. അതിൽ 45 ഡിഗ്രി ലൈൻ വരയ്ക്കണം. അതിൽ ASും ADയും തുല്യമാണ്. ഇനി ആ 45 ഡിഗ്രി ലൈനിൽ എവിടെയാണോ AD മുട്ടുന്നത് അതാണ് ഇക്വിലിബ്രിയം. ഈ ചിത്രത്തിൽ E എന്നുള്ളതാണ് ഇക്വിലിബ്രിയം. Y സ്റ്റാർ എന്നുള്ള പോയിൻ്റാണ് ഇക്വിലിബ്രിയം. ഈ രൂപത്തിൽ ചിത്രം വരച്ചതിൻ്റെ വിശദീകരണം വേണം. ആ ചിത്രത്തിൻ്റെ വിശദീകരണമാണ്. ഇൻ ദ ഡയഗ്രാം income, ex ante income is marked by y axis, marked on y axis, and aggregate demand on y axis.
അഗ്രിഗേറ്റ് സപ്ലൈ എക്സ് ആക്സിലും അഗ്രിഗേറ്റ് ഡിമാൻഡ് വൈ ആക്സിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 45 ഡിഗ്രി ലൈൻ ഈസ് വൈ ഈസ് ഈക്വൽ ടു എ ഡി. എസും എ ഡിയും അല്ലെങ്കിൽ ഇൻകവും എ ഡിയും തുല്യമാകുന്ന പോയിൻ്റ് കർവാണ് 45 ഡിഗ്രി ലൈൻ. 45 degree line y is equal to AD is the AS line. AD is more than AS before income level Y star. Y സ്റ്റാറിന് മുമ്പിലാണെങ്കിൽ AD കർവ് AD is more than AS. ചിത്രത്തിൽ നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. ഇൻകം ലെവൽ സന്തുലിത വരുമാനത്തിൽ കുറവാണെങ്കിൽ AD ആയിരിക്കും കൂടുതൽ. AD is more than AS. ആഫ്റ്റർ ഇൻകം ലെവൽ വൈ സ്റ്റാറിന് ശേഷമാണ് ഇൻകം ലെവലെങ്കിൽ എ ഡി ഈസ് ലെസ് ദാൻ എ എസ്. അറ്റ് പോയിൻ്റ് ഇ എ ഡി ഈസ് ഈക്വൽ ടു എ എസ് ഈസ് ദ ഇക്വിലിബ്രിയം. അതാണ് സന്തുലിതാവസ്ഥ കാണിക്കുന്നതിൻ്റെ ഡയഗ്രത്തിൻ്റെ എക്സ്പ്ലനേഷൻ.